അപ്പോൾ മന്ത്രവാദവും ആഭിചാരവും നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിയമനിർമ്മാണം വേണ്ടെന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി സർക്കാർ സത്യവാങ്മൂലം നൽകി. 2019 ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ ശുപാർശ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള യുക്തിവാദ സംഘം നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. സത്യവാങ്മൂലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി എന്തുകൊണ്ട് നിയമനിർമ്മാണം സാധ്യമല്ലെന്ന് 3 ആഴ്ചയ്ക്കകം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, സർക്കാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതിയിൽ ഇന്ന് പറഞ്ഞത്? കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ എങ്ങനെയാണ്? അജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ, ആ കമ്മീഷന്റെ ശുപാർശ എന്ന് പറയുന്നത്, ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ ശുപാർശ എന്ന് പറയുന്നത് മന്ത്രവാദം, ആഭിചാരം ഉൾപ്പെടെയുള്ളവ നിരോധിക്കണമെന്നതുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നടപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുക്തിവാദി സംഘം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. പ്രത്യേകിച്ച് 2022 നരബലി, ഇലന്തൂർ നരബലി ഉൾപ്പെടെയുള്ള കേസുകൾ വന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ, ആഭിചാരവും മന്ത്രവാദവും ഒക്കെ വീണ്ടും സജീവമാകുന്നത്. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ കേരള യുക്തിവാദി സംഘം ഒരു ഹർജി നൽകുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം അതിൽ ഈ ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കാൻ സർക്കാരിനൊരു നിർദ്ദേശം നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു പൊതു താല്പര്യ ഹർജിയായിരുന്നു. അതിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഒരു സാഹചര്യത്തിൽ സർക്കാർ അതിൻ്റെ ചില പ്രാരംഭ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് സംബന്ധിച്ച് ഒരു വിശദമായ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ആ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇത് നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ ആ സത്യവാങ്മൂലം ഹൈക്കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടിൽ ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ വളരെ സജീവമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമനിർമ്മാണം നടത്തുന്നില്ല എന്നുള്ളൊരു സർക്കാർ നിലപാട് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു അംഗീകാരം നൽകുന്നു, അല്ലെങ്കിൽ അതിൽ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എന്തുകൊണ്ട് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നടത്തുന്നില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമനിർമ്മാണം വേണ്ടതില്ല എന്ന് മന്ത്രിസഭ തന്നെ അങ്ങനെ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള സർക്കാർ സത്യവാങ്മൂലത്തിലുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് കോടതി എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നതുൾപ്പെടെ 3 ആഴ്ചക്കകം വളരെ വിശദമായ നിലവിലുള്ള ഈ സത്യവാങ്മൂലത്തിൽ അത് പരിഗണിക്കുന്നില്ല കോടതി, മറിച്ച് വിശദമായ ഒരു സത്യവാങ്മൂലം 3 ആഴ്ചക്കകം നൽകണമെന്ന് എന്തായാലും സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായാലും ജൂലൈ 15 ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പ് സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ വളരെ സത്വരമായൊരു നടപടി എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാത്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്, ആ സാഹചര്യങ്ങളൊക്കെ എന്തായാലും സർക്കാർ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ നിലവിൽ നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലം അല്ലെങ്കിൽ മറുപടി സത്യവാങ്മൂലം കോടതി മുഖവിലക്കെടുക്കുന്നില്ല. പകരം പുതിയ വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.